Hello students, in this session I will be covering Annamalai University's Bachelor of Commerce Management Principles Lesson 5. Meaning and concept of planning. As you know, planning is one of the functions of management. Okay, so there are 5 functions of management. The first one is planning, then organizing, staffing, directing and controlling. So when you talk about planning എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെ കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേം ടു ലോങ് ടേം ആക്ടിവിറ്റീസിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാനിങ്ങിലൂടെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ കണ്ടെത്തുക, അതായത് ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ്, മെറ്റീരിയൽ റിസോഴ്സ്, എക്യുപ്മെൻറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ഈ റിസോഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ചില റിസോഴ്സുകൾ വളരെ സ്കേഴ്സ് ആയിട്ടായിരിക്കും, അതായത് തീരെ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ മാർക്കറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ലഭ്യമാക്കുന്നു. അപ്പോൾ അതൊക്കെ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അത് എത്രത്തോളം വേണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ ചുവട് എന്ന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്ലാനിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. ഇനി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സിമ്പിൾ വേർഡ്സ്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത് എന്ന് അഡ്വാൻസ് ആയിട്ട് തീരുമാനിക്കുകയാണ്. വെൻ, എപ്പോ, വേർ, എവിടെ, ഹൗ, എങ്ങനെ, ആൻഡ് ബൈ ഹൂം, ആര് ഇറ്റ് ഈസ് ടു ബി ഡൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിലൂടെ തീരുമാനിക്കുന്നത്. അതായത് എന്താണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്ന് ആണ് തീരുമാനിക്കുന്നത് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, വാട്ട് യു മീൻ ബൈ പ്ലാനിങ്, അല്ലെങ്കിൽ ഡിഫൈൻ പ്ലാനിങ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഇതാണ് എഴുതേണ്ടത്. ഇൻ സിമ്പിൾ വേർഡ്സ്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what is to be done, when, where, how and who, by whom it is to be done. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഇനി എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബാക്കി പുറകെ വരും, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മീനിങ്ങും കണ്ടു, എല്ലാം കണ്ടു. ഇനി ഡെഫിനിഷൻസ് ചോദിക്കുക. ഡെഫിനിഷൻസ് ഓഫ് പ്ലാനിങ് പലരും ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലൊരു ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ആൽഫോർഡ് ആൻഡ് ബിയറ്റ്, പ്ലാനിങ് ഈസ് ദ തിങ്കിങ് പ്രോസസ്. ആലോചിക്കേണ്ട കാര്യമാണ്. ശരിക്കും അതാണ് പ്ലാനിങ് എന്നുള്ളത്, ആലോചിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ വേണം, നമ്മൾ നേരത്തെ കണ്ടു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെ, വെൻ ചെയ്യണം, എപ്പോ ചെയ്യണം, വേർ, എവിടെ ചെയ്യണം, ഹൗ, എങ്ങനെ ചെയ്യണം, ബൈ ഹൂം, ആരാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചിന്തിച്ചാൽ മാത്രമേ, ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചിന്തിക്കണം, തിങ്കിങ് പ്രോസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസ്ഡ് ഫോർസൈറ്റ്, ഇത് ഓർഗനൈസ് ചെയ്തെല്ലാം ഒന്നിച്ച് കൊണ്ടുവരണം പ്ലാനിങ്ങിൽ. എന്നിട്ട് മുമ്പോട്ട് കാണണം. ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് കാണുക, കാരണം ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇൻ അഡ്വാൻസ് ആയിട്ട്. ദ വിഷൻ ബേസ്ഡ് ഓൺ ഫാക്ട് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റലിജൻറ്റ് ആക്ഷൻ. അതായത് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നടന്നു, ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവാം. അത് കൂടാതെ എക്സ്പീരിയൻസും, മാനേജ്മെൻറ്റിലുള്ള പലതരത്തിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പല ഏരിയാസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നേരത്തെ എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ത്രൂ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് ആലോചിച്ച് ഇൻ്റലിജൻറ്റ് ആക്ഷന് വേണ്ടിയിട്ട്, നല്ല ബുദ്ധിപരമായ ആക്ഷന് വേണ്ടി. കാരണം പ്ലാനിങ്ങിൽ തെറ്റിപ്പോയാൽ ആ ഓർഗനൈസേഷൻ്റെ പരിപാടികളെല്ലാം പൊട്ടിപ്പോകും. ഈ റിസോഴ്സുകളെല്ലാം, മുടക്കിയ റിസോഴ്സുകളെല്ലാം വേസ്റ്റായിപ്പോകും. അവർക്ക് കൊടുക്കുന്ന പൈസകൾ വേസ്റ്റാവും, മെറ്റീരിയൽസ് വാങ്ങാൻ കൊടുത്ത പൈസ വേസ്റ്റാവും, ഇതെല്ലാം വേസ്റ്റാവും, ആളുകൾക്ക് കൊടുത്ത സാലറി വേസ്റ്റാവും. അപ്പോൾ ഇതൊന്നും വേസ്റ്റ് ആവാൻ പാടില്ല.
അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് എന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ ഉള്ളത് എന്നാണ് നോക്കുന്നത് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്. നമ്മൾ ഇത് കണ്ടു. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യണം, വളരെയധികം തിങ്ക് ചെയ്യണം. കാരണം പല ഏരിയാസിൽ റിസോഴ്സുകളെ ഉപയോഗിക്കുന്നതാണ്. അതിൽ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ കൂടിയും അവസാനം ഇഫക്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സാണ്. അതായത് പൈസയിലാണ് ഇമ്പാക്റ്റ് വരുന്നത്. പൈസ കൂടുതൽ ചിലവായി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നാച്ചുറലി ആ ഓർഗനൈസേഷൻ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാം. ഓക്കെ, ഇനി ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ കൂടിയും ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്ത് ജോലി ചെയ്യിച്ച് കഴിയുമ്പോൾ പൈസ കൊടുക്കണം, സാലറി കൊടുക്കണം, അവർക്കുള്ള വേജസ് കൊടുക്കണം വർക്കേഴ്സിന്. അപ്പോൾ ഇതെല്ലാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫൈനലി ഇമ്പാക്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സിലാണ്, മണിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെല്ലാം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണെന്ന് ഒന്നും കൂടി ആദ്യമായിട്ട് പറയുകയാണ്. പ്ലാനിങ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം, ആ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ഈ പ്ലാനിങ് എല്ലാം ചെയ്യുന്നത് ആ ഉദ്ദേശം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമിടുന്നത്, എന്ത് ചെയ്യാനാണ് ആ ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത് എന്ന് നോക്കിയിട്ടാണ്, അനുസരിച്ചാണ് പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് പ്രൈമറി മീൻസ് തുടക്കത്തിലുള്ള, നമ്മൾ കണ്ടു കഴിഞ്ഞു പ്ലാനിങ് എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫംഗ്ഷനിൽ, മാനേജ്മെന്റിലെ ഫംഗ്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ലെസണിൽ. ഓക്കെ, അടുത്തത് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ശരിയാണ്, എല്ലാ ദിവസവും ഓരോ ദിവസവും ഒരിക്കൽ മാത്രമല്ല പ്ലാൻ ചെയ്യേണ്ടത്. ഡെയിലി അന്ന് നടത്തേണ്ടതും അടുത്ത ദിവസം നടത്തേണ്ടതും പിന്നെ ഒരാഴ്ചയ്ക്ക് നടത്തേണ്ടതും 1 മാസത്തേക്ക് നടത്തേണ്ടതും 6 മാസത്തേക്ക് നടത്തുന്നതും 1 വർഷത്തേക്ക് നടക്കുന്നതും 2 വർഷത്തേക്ക് നടക്കുന്നതും 3 വർഷത്തേക്കൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ എ ഡേ ടു ഡേ ബേസിസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ അത് വേണ്ട ചേഞ്ചസ് ആ ഓൺ ദ ഗോ അല്ലെങ്കിൽ ഓരോ ദിവസവും അതിന് വേണ്ട ചേഞ്ചസുകൾ മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടേയിരിക്കണം. പ്ലാൻ ചെയ്ത് കൊണ്ടേയിരുന്നാൽ മാത്രമേ അത് വരുത്താൻ പറ്റുള്ളൂ. അതിനുള്ള റിസോഴ്സസുകൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് കണ്ടെത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എല്ലാ സ്ഥാപനത്തിനും വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ബാങ്കിൽ നിന്നും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് ഒരു തുടർക്കഥയാണെന്നാണ് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാനിങ് പെർവേഡ്സ് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. ആണ്, മാനേജേഴ്സ് ആണ് പ്ലാനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഭൂരിപക്ഷം മാനേജേഴ്സും അവരുടെ ഓരോ ദിവസത്തെയുമുള്ള മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഓക്കെ, വിത്തൗട്ട് പ്ലാനിങ് മാനേജേഴ്സിന് വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. ഈ പ്ലാനിങ്ങിനെ ബേസ് ചെയ്താണ് ഓരോ വർക്ക് അലോക്കേഷൻ ഓരോരുത്തർക്കും കൊണ്ട് ജോലി ചെയ്യിക്കുന്നതും റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ ആ പ്ലാനിങ്ങിനെ ബേസ് ചെയ്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്ങിൽ വന്നത്. ഒന്ന്, പ്ലാനിങ് ഈസ് എ ഇന്റലക്ച്വൽ പ്രോസസ്. പ്ലാനിങ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് പെർവേഡ്സ് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, വാട്ട് യു മീൻ ബൈ പ്ലാനിങ്, അല്ലെങ്കിൽ ഡിഫൈൻ പ്ലാനിങ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് എന്ന്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് പ്ലാനിങ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പ്രതീക്ഷിക്കാം. എസ്എ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, മാർക്ക് അനുസരിച്ച് നമ്മൾ എഴുതണം, ക്വസ്റ്റ്യൻ എഴുതണം. ഓക്കെ, ഇനി ഇതിന് ഷോർട്ട് ആൻസർ ഉണ്ടാവാം. വൈ പ്ലാനിങ് ഈസ് കൺസിഡേർഡ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഉണ്ടാവാം. 5 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ 3, 4, 5 ആ മാർക്ക് അനുസരിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചോദിക്കാം. അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ എഴുതണം. അപ്പോൾ കറക്റ്റായിട്ട് ഇത് വായിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ, ഫങ്ഷൻസ് ഓഫ്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്ങിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് റോൾ, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിങ്. ഓക്കെ, എന്താണ് റിഡക്ഷൻ ഓഫ് അൺസർട്ടനിറ്റി? പ്ലാനിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ ഡേറ്റിലെത്തുമ്പോൾ, ഒരു പ്രത്യേക ഡേറ്റിലെത്തുമ്പോൾ അന്ന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്, എന്താണ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ടു ബി ഡൺ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതിന് അൺസർട്ടനിറ്റി ഇല്ല, സർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിന് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അൺസർട്ടനിറ്റി ഒഴിവാക്കുക. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അറിവില്ലായ്മയെന്നോ എന്താ പറയുക, ഒരു നിശ്ചയമില്ലായ്മ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു നിശ്ചയമില്ലായ്മ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾ, ഓക്കെ, ജോലിക്കാർ, അവരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. കാരണം അവർക്ക് ശമ്പളവും വേജസും ഒക്കെ കൊടുക്കാനുള്ളതാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ട് ഏത് ഓർഗനൈസേഷനും ഫിനാൻഷ്യൽ റിസോഴ്സസ്, മണി റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. മെറ്റീരിയൽ റിസോഴ്സസ്, ഈ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് മെറ്റീരിയൽസ്. ബിൽഡിംഗ്, മെഷീനറി, ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നല്ല കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. വേസ്റ്റേജ് ഒന്നും വരുത്താൻ പാടില്ല. അടുത്തത് ഇൻക്രീസസ് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്. ഈ റിസോഴ്സുകളും നമ്മുടെ സമയവും എഫേർട്സൊക്കെ നല്ല പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അത് ഓർഗനൈസേഷന് ബെനിഫിറ്റ് കൂടും എന്നാണ് പറയുന്നത്. ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളത്, വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്, ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്, നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവുക, നല്ല സെയിൽസ് നടത്തുക, നല്ല മാർക്കറ്റിംഗ് നടത്തുക, നല്ല സെയിൽസ് നടത്തിയിട്ട് അതിനുള്ള ഇൻകം ഉണ്ടാക്കുക, ഫൈനലി പ്രോഫിറ്റ്, സർവീസ് കൊടുക്കാൻ പറ്റുക കസ്റ്റമേഴ്സിന്, ഫൈനലി പ്രോഫിറ്റ്, ആവശ്യമുള്ള അധികം അല്ലെ ആവശ്യമുള്ള അത്രയും അല്ലെ അതിൽ കൂടുതലോ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അത് പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്താൽ മാത്രമേ ആ ഇഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ. അത് ഏത് ഓർഗനൈസേഷനും ലക്ഷ്യമിടുന്നത് അതാണ്. പ്രത്യേകിച്ച് ബിസിനസ് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത് അതാണ്. ഓക്കെ, കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അവർക്ക് കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുകയും അവർക്ക് സർവീസ് കൊടുക്കാൻ പറ്റുകയും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പെർഫോമൻസ്. അത് പ്രോപ്പറായിട്ട് ഈ റിസോഴ്സസുകളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അത് കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ്, സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഏത് ഓർഗനൈസേഷൻ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും മിനിമം ഒരു എക്സ്പെൻസസ് ഉണ്ട്. ആ മിനിമം എക്സ്പെൻസസ് മീറ്റ് ചെയ്യുകയും വേണം. മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ മിനിമം എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയും അതിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ പറ്റുകയും ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നത്, ആ ഓർഗനൈസേഷന് കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കോൺസെൻട്രേഷൻ ഓൺ ഒബ്ജക്റ്റീവ്സ്. ഉദ്ദേശ ലക്ഷ്യം, ഏത് ഓർഗനൈസേഷനും ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലാനിങ് കൊണ്ട് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ മാർഗം തെളിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. കാരണം എല്ലാവരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, എല്ലാ ആളുകളും ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ റിസോഴ്സുകളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഓർഗനൈസേഷനിലെ ആളുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും പ്ലാനിങ് കൊണ്ട്. ഓക്കെ, എല്ലാം പ്ലാനിങ് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആളുകൾക്ക്, ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ ചെയ്തു കഴിയുമ്പോൾ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒക്കെ തീരുമാനിച്ച് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്, തീരുമാനങ്ങൾ വെച്ചേക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ, കുറച്ച് ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും അതാത് വേണ്ട ആളുകൾക്ക് സമയാസമയങ്ങളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കോൺസെൻട്രേഷൻ ഓഫ്
ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മേക്സ് കൺട്രോൾ ഇഫക്റ്റീവ്. കാരണം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണ്, കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അത് പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്ന് ഒരു നോക്കി അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കൺട്രോളിങ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അത് ആ രീതിയിൽ അത് കൊണ്ടുപോയാൽ മാത്രം മതി. ഓക്കെ, പക്ഷേ പ്ലാനിങ് ഇല്ല എങ്കിൽ കൺട്രോളിങ് ചെയ്യാനും പറ്റില്ല. കാരണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അപ്പോൾ ആൾക്കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സോ അപ്പോൾ പ്ലാനിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. എൻകറേജ്മെന്റ് ടു ഇന്നോവേഷൻ. ആളുകളെ നമ്മൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, കാരണം കാര്യങ്ങൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ റിസർച്ച് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ഓർഗനൈസേഷന് സാധിക്കും. അതിനും അതിൻ്റെ ആളുകൾക്കും ചെയ്ത് സാധിക്കും. ഇൻക്രീസ് ഇൻ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. കാരണം എല്ലാം പ്ലാൻ ചെയ്താണ്, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ വന്നാൽ ശരി കൂടിയും നമുക്ക് ആ കോമ്പറ്റീഷനെ മാറ്റി മറയ്ക്കാൻ സാധിക്കും. നമ്മുടെ സാധനങ്ങൾ കൂടുതൽ വിൽക്കാൻ, ഓർഗനൈസേഷൻ സാധനങ്ങൾ കൂടുതൽ വിൽക്കാനോ സർവീസ് കൊടുക്കാനോ എല്ലാം നമുക്ക് സാധിക്കും. കാരണം വെച്ചാൽ ആ ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ് വളരെ ആവശ്യമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ഡെലിഗേഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഡെലിഗേഷനും നടക്കും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൽ വളരെ വ്യക്തമായി പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അത് വ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ് എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ആളുകൾ കറക്റ്റായിട്ട് അത് ചെയ്താൽ മതി. അതാത് സമയങ്ങളിൽ ആ ചെയ്യേണ്ട ജോലികൾ ചെയ്താൽ മതി. അപ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്നതും ഏൽപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നേരത്തെ കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യേണ്ടതുപോലെ ആ ജോലികൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ലെസൺ 5 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. വാട്ട് ഈസ് പ്ലാനിങ് ഉണ്ടാവാം, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് ചോദിക്കാം. കൂടാതെ വാട്ട് ഈസ് പ്ലാനിങ്, ഡിഫൈൻ പ്ലാനിങ് ഉണ്ടാവാം, അതിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഉണ്ടാവാം. ഓക്കെ, കൂടാതെ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിങ് എന്നുള്ള പറഞ്ഞ ക്വസ്റ്റ്യനും ഉണ്ടാവാം. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാവുക. പ്ലാനിങ്ങും സ്റ്റെപ്പ് 1 എന്നുള്ള രീതിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ലെസൺ വിട്ടുകളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ലെസൺ വരുന്നത് ലെസൺ 6 സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.